നമ്മൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ചെയ്തായിരുന്നു. അപ്പോൾ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അതുപോലെ ഇപ്പോൾ പഠിച്ചതായിരുന്നു. അപ്പോൾ അന്നേരം നമ്മൾ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ ചെയ്തപ്പോൾ എന്തായിരുന്നു? എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ. അതായത് എക്സ് വൈയും എക്സ് പ്ലസ് വൈയും ഒന്നും കൂടി കൂട്ടുക, തൊട്ടടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന്. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞായിരുന്നു എക്സ് പ്ലസ് ടു ഇൻറ്റു വൈ പ്ലസ് ടു എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു ഇൻറ്റു ടു 4 എന്ന് പറഞ്ഞു. അവിടെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് ഹാഫ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതായത് അതിൻ്റെ സമ്മിൻ്റെ ഹാഫ് പ്ലസ് ഹാഫിൻ്റെ ഹാഫ് 1/4. ഇത്രയും കാര്യം നമ്മൾ പ്ലസിൻ്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. മൈനസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. എങ്ങനെയായിരിക്കും എഴുതുന്നത്? എക്സ് മൈനസ് വൈ ഇൻറ്റു യു മൈനസ് വി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സ് യു മൈനസ് എക്സ് വി മൈനസ് വൈ യു പ്ലസ് വൈ വി. ഇത് രണ്ടും മൈനസ് ചെയ്യുക, ഇത് പ്ലസ് ചെയ്യുക. അതിനകത്ത് നിന്ന് എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഇൻറ്റു വൈ, പിന്നെ എക്സ് ഇൻറ്റു മൈനസ് വൺ മൈനസ് എക്സ്, ഈ മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വൈ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ് വൈ മൈനസ് ഒരു ബ്രാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ. ഓരോന്നും കുറയ്ക്കുന്നതിന് പകരം ഇത് കൂട്ടിയിട്ട് കുറച്ചാലും അതേ ഉത്തരം തന്നെയാണെന്ന് നമുക്കറിയാം, പ്ലസ് വൺ. അപ്പോൾ ഇതുപോലെ തന്നെ എക്സ് മൈനസ് ടു ഇൻറ്റു വൈ മൈനസ് ടു എന്തായിരിക്കും? ഇതുപോലെ തന്നെ ഈ ആദ്യം പറഞ്ഞ ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ എക്സ് വൈ മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ടു ഇൻറ്റു ടു 4. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പുസ്തകത്തിലൊരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് സംഖ്യകളുടെ തൊട്ട് മുമ്പിലുള്ള സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 525. അതിന് തൊട്ട് പുറകിലുള്ളത്, അതായത് ഒന്ന് കുറയ്ക്കുന്ന സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 437. The product of two numbers just after two numbers is 525 and just before എന്ന് പറയുന്നത് 427. ഇതിനകത്ത് ഒരെണ്ണം മലയാളം മീഡിയത്തിൽ 437 ആണ്. 437 ആണ് അതിൻ്റെ കറക്റ്റ്. ഇതിനകത്ത് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് തിരുത്താം. പുസ്തകത്തിലുള്ള കറക്ഷനാണ് കേട്ടോ. പുതിയ പുസ്തകത്തിൽ ഇത് പഴയ പുസ്തകത്തിൽ നിന്ന് എടുത്തേക്കണതാണ്. പുതിയ പുസ്തകത്തിൽ ഇത് 437 ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സംഖ്യകളായിട്ട് എക്സും വൈയും ഇട്ടെടുക്കുക. എക്സും വൈയും. ഇപ്പോൾ നമുക്ക് ഈ സംഖ്യകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സംഖ്യകൾ, ദ നമ്പേഴ്സ് എക്സ് കോമ വൈ. അതായത് മലയാളത്തിലാണെങ്കിൽ സംഖ്യകൾ എക്സ് കോമ വൈ ആണെങ്കിൽ നമുക്കറിയാം അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യകൾ എന്ന് പറയുന്നത് എന്താ? എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ പ്ലസ് വൺ. അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 525 ആണ്. അതായത് ഇത് ഗുണിക്കുമ്പോൾ എന്ത് വരും? എക്സ് വൈ പ്ലസ് ഈ ഭാഗം എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ പ്ലസ്
എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 525 നമുക്ക് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യുവാണ്. എക്സ് വൈ പ്ലസ് ഈ എക്സ് പ്ലസ് വൈനെ ഒരു ബ്രാക്കറ്റിലിട്ടു, പ്ലസ് 1 എന്ന് പറയുന്നത് 525 ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്തത് തൊട്ട് മുമ്പിലുള്ളത്. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 എന്ന് പറയുന്നത് 437 അതായത് എക്സ് വൈ മൈനസ് എക്സ് മൈനസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 437 ഒന്നുകൂടി ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ എക്സ് വൈ രണ്ടും മൈനസ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതുമ്പോൾ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 437. ഇത്രയും ഇതിൽ നിന്നാണ് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഇനി നമുക്ക് നമ്മുടെ പെയർ ഓഫ് ഇക്വേഷൻസ് സമവാക്യ ജോഡികളിൽ ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂടെ കൂട്ടുവാണ്. 1 + 2 കൂട്ടുമ്പോൾ എന്ത് വരും? താഴെ എഴുതാം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 525 പ്ലസ് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 437 കൂട്ടുമ്പോൾ എക്സ് വൈ എക്സ് വൈ കൂടെ 2xy എന്നാവും. ഇത് നോക്കി, ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അപ്പോൾ പ്ലസ് എക്സ് പ്ലസ് വൈയും മൈനസ് എക്സ് പ്ലസ് വൈയും കൂടെ 0 ആവും. ഇവിടെ കൂട്ടുമ്പോൾ 1 1 2 ഇസ് ഈക്വൽ ടു 5 7 12 3 2 5 1 6 962 എന്ന് കിട്ടും. അപ്പോൾ 2xy എന്ന് പറയുന്നത് എന്താണ്? 962 നിന്ന് 2 കുറച്ചു. അപ്പോൾ xy എന്ന് പറയുന്നത് 960 അല്ലേ? അല്ലെങ്കിൽ 2xy എന്ന് പറയുന്നത് 960 ആവും. അതിനകത്ത് xy എന്ന് പറയുന്നത് 960ൻ്റെ പകുതിയായിരിക്കും. ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 4 8 480 എന്ന് കിട്ടും xy. അപ്പോൾ നമുക്ക് xy അറിയാം. ഇനി നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക. ഇതിന് കുറേ സ്റ്റെപ്പുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ച അതേ കാര്യങ്ങളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് വേറൊരു കളറിൽ ചുമ്മാ നോക്കാം. xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്ന 525 ആണ്. അതിൽ നിന്ന് xy മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 എന്ന് പറയുന്നത് 437. കുറയ്ക്കുമ്പോൾ xy നിന്ന് xy കുറച്ച് കഴിയുമ്പോൾ 0 ആയി. ഇത് പ്ലസ്, ഈ മൈനസും കൂടെ പ്ലസ് ആവും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് കൂട്ടുക. 2 × എക്സ് പ്ലസ് വൈ 1 നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഇനി ഇത് കുറയ്ക്കുമ്പോൾ 5 8 എത്ര കിട്ടും? 7 8 15 4 8 12 88. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 88ൻ്റെ പകുതി 44 എന്ന് കിട്ടും. നമുക്ക് എക്സ് വൈ കിട്ടിയിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കണ്ടു നോക്കാം. അപ്പം നമുക്കിവിടെ എക്സ് പ്ലസ് വൈ കിട്ടിയിട്ടുണ്ട് 44. എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 480 ആണ്. ഇനി 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയുടെ സ്ക്വയറിൽ നിന്ന് 4xy കുറയ്ക്കുന്നതാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സ് പ്ലസ് വൈയുടെ സ്ക്വയറിൽ നിന്ന് 4xy കുറയ്ക്കുന്നതാണ്. അതായത് 44ൻ്റെ സ്ക്വയറിൽ നിന്ന് 4 × 480 കുറയ്ക്കുന്നതാണ്. 44ൻ്റെ സ്ക്വയർ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം.
44 ഇൻറ്റു 44 44 ഇൻറ്റു 44 1936 നിന്ന് 4 ഇൻറ്റു 480 1920 കുറച്ചു 1920. അപ്പോൾ ഇവിടെ 16 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. എക്സ് മൈനസ് വൈയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അതിനകത്തുനിന്ന് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 16ൻ്റെ റൂട്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 കിട്ടും. അപ്പോൾ ഇതിൻ്റെ മൊത്തം നമ്മൾ ഒന്നോടെ എഴുതുകയാണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് ചെയ്ത പോലെ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എത്ര കിട്ടിയേ? 44 കിട്ടിയിട്ടുണ്ട്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് സംഖ്യകളുടെ തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കിക്കേ എത്ര വരും. 2x എന്ന് പറയുന്നത് 48 ആണ്. എക്സ് എന്ന് പറയുന്നത് 48ൻ്റെ പകുതി 24. അതായത് തുകയും വ്യത്യാസവും അറിയാമെങ്കിൽ വലിയ സംഖ്യ കാണണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് പകുതി എടുക്കുക, ചെറിയ സംഖ്യ കാണണമെങ്കിൽ കുറച്ചിട്ട് പകുതി എടുക്കുക. അപ്പോൾ y കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? y ഈസ് ഈക്വൽ ടു 44 നിന്ന് 4 കുറച്ചു 40, അതിൻ്റെ പകുതി 20. അപ്പം ഇങ്ങനെയാണ് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു വലിയ ചോദ്യമായിരുന്നു. കുറേ സ്റ്റെപ്പുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. തൊട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് എഴുതിയെടുക്കുക, എന്നിട്ട് ഒന്നുകൂടി നോക്കുക. കുറേ പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ.